ഇനി മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അരി ഒന്നും അരയ്ക്കാതെ കപ്പി കാച്ചാതെ തേങ്ങ ചേർക്കാതെ ഇതുപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാവേ. നമ്മുടെ മാവ് ഒന്ന് പുളിച്ചു വരാനുള്ള താമസം അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അപ്പത്തിന്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ആട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ, അതാട്ടോ എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് ചോറും 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി എത്രത്തോളമാണ് എടുത്താൽ അത്രയും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി നല്ലോണം തന്നെ ഒന്നുകൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചു വെച്ച നമ്മുടെ മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം പുളിച്ച് വരാനായിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലോണം തന്നെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ മാവ് അരയ്ക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല ചൂടായ അപ്പച്ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിച്ച് ഇതേപോലെ അപ്പം ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെയല്ല പാലപ്പമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണേ. കണ്ടോ, നിറച്ച് കുത്തുകളൊക്കെ വന്ന് നല്ലോണം തന്നെ മുരിഞ്ഞിരിക്കുന്ന അടിപൊളി അപ്പമാണ്. അപ്പം എല്ലാവരും ഇതേപോലെ മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ചൂടോടുകൂടി ബീഫ് കറിയുടെയോ ചിക്കൻ കറിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൂവിൻ്റെയോ ഒക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.